ഹൗ ടു ബി ഹാപ്പി അലോൺ. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാം. 3 ടിപ്സാണ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദ ഫസ്റ്റ് വൺ, ഷേക്ക് അപ്പ് യുവർ ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്നും മൊണോട്ടനസ് ആയിട്ടൊരു കാര്യം ചെയ്ത് ഒരു റുട്ടീനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ റുട്ടീനെയൊക്കെ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് പുതിയ പുതിയ എന്തെങ്കിലും റുട്ടീൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഫീൽ ഇല്ലാതെ മൊണോട്ടനസ് ആയിട്ടുള്ള ഒരു ബോർഡം ഇല്ലാതെ കാര്യങ്ങളെ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ എല്ലാ ദിവസവും എന്താ പറയുന്നത്, രാവിലെ എഴുന്നേൽക്കുന്നു, മീൻസ് ഒരു മെഡിറ്റേറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് എക്സസൈസ് ചെയ്യുന്നു, അങ്ങനെ ഒരു ശീലമാണെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് ആദ്യം ഒരു എന്താ പറയുന്നത് ഒരു ചെറിയ ചാറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഒരു ചെറിയ മാറ്റങ്ങൾ, അങ്ങനെ ഒരു റുട്ടീനെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. രണ്ടാമതായിട്ട്, സ്റ്റേ അവേ ഫ്രം സോഷ്യൽ മീഡിയ. നമ്മൾ വിചാരിക്കും തനിയായിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ കൂടുതൽ ചെയ്യുമ്പോൾ എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടെന്ന് ചിന്തിക്കും. അങ്ങനെയല്ല. ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കുറച്ചൊന്ന് മാറി നിന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ നമ്മളെ തനിയെ ഒന്ന് വീക്ഷിക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ തനിയായിരിക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഹാപ്പി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മൂന്നാമത്തത്, സ്റ്റേ വിത്ത് നേച്ചറുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോവുക. പലപ്പോഴും നമ്മൾ ഒത്തിരി ഒരു ക്ലോസ്ഡ് സർഫസിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു എനർജിയൊക്കെ ഇങ്ങനെ ബ്ലോക്കായിട്ട് ഒരു എന്താ പറയുന്നത് വല്ലാത്തൊരു ബോർഡമൊക്കെ ഫീൽ ചെയ്യും. നമ്മുടെ എനർജി ലോ ആയി പോയി, മൂഡ് ലോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് മാറാനായിട്ട് ഏറ്റവും നല്ല നമ്മുടെ കൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നേച്ചറാണ്. നേച്ചറിലേക്ക് ഇറങ്ങുക, തുറന്ന ഒരു സ്ഥലത്ത് നടക്കുക, കുറച്ച് നേച്ചറിൻ്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യുക. അപ്പോൾ നമുക്ക് തനിയാണെന്നുള്ളൊരു ഫീൽ ഇല്ലാതെ തനിയായിരിക്കുമ്പോൾ എൻജോയബിളായിട്ടിരിക്കാൻ സാധിക്കും. അപ്പോൾ തനിയായിരിക്കുമ്പോൾ ഇനി ഈ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. താങ്ക് യു.